കർത്താവിന് മഹത്വം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. മലബാർ വോയിസ് എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ യേശുവിൻ്റെ ഉപമകളിലൂടെ എന്ന ശീർഷകത്തിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരകളുടെ ഒരു ഭാഗമാകുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ വിലപ്പെട്ട അവസരത്തെ ഞാൻ വളരെ വിലമതിക്കുന്നു. ഈ ഉദ്യമത്തിൻ്റെ അണിയറ പ്രവർത്തകരെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് തിരുവായ് മൊഴിഞ്ഞ് അരുളി ചെയ്ത വളരെ ഹ്രസ്വവും ആഴവുമായ ഒരു ഉപമ കാണുവാൻ കഴിയുന്നു. ആ ഉപമയിലൂടെ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ഇന്ന് ശരണപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വചനഭാഗം വായിക്കുന്നു. ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. ഈ ഉപമയുടെ പശ്ചാത്തലം നാം ഒന്ന് പഠിക്കാതെ ഈ ഉപമയുടെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ പശ്ചാത്തലം ഒന്ന് പറയട്ടെ. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പരീശന്മാരിൽ ഒരുത്തനായ ശീമോൻ എന്ന പേരുള്ള വ്യക്തി തൻ്റെ വീട്ടിലേക്ക് യേശുവിനെ ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. യേശു ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ അവിടെ വന്ന് യേശുവിൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കണ്ണീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ നനച്ചു. അവൾ കുനിഞ്ഞ് തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടച്ചു. എന്നിട്ട് പരിമള തൈലം അവൻ്റെ പാദങ്ങളിൽ പൂശി. മാത്രമല്ല, അവൾ അവൻ്റെ പാദങ്ങളെ ചുംബിക്കുക കൂടി ചെയ്തു. ഈ പ്രവൃത്തി കണ്ടു നിന്ന ആതിഥേയനായ ശീമോൻ തൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും ഏത് സ്വഭാവക്കാരിയെന്നും അറിയുമായിരുന്നു. അവളൊരു പാപിയല്ലോ. ശീമോൻ ഉള്ളത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് ഉചിതമായ ഒരു മറുപടി കൊടുക്കുവാൻ വളരെ ഉത്തമമായ ഒരു ഉപമ യേശു പറയുന്നതാണ് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം. ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിക്കട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അത് നമ്മൾ സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ഹൃദയത്തിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന 100 ചിന്തകൾ എന്തെന്ന് പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ വിവേചിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മനസ്സറിയാൻ കഴിയില്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും മെന്റലിസ്റ്റുകൾക്ക് അവരുടെ പൊടിക്കൈകൾക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് പൂർണ്ണമായി വായിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഉള്ളത്തെ ഉരുവാക്കിയ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ വായിക്കാൻ കഴിയും. ആകയാൽ ഈ സന്ദേശം ഞാൻ പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ ഏതു തന്നെയായിരുന്നാലും, നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ചോദ്യങ്ങൾ ഏതു തന്നെയായിരുന്നാലും അതിന് ഉചിതമായ ഉത്തരം തരുവാൻ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലേക്ക് ഈ വചനത്തിലൂടെ വ്യാപരിക്കുന്നുവെന്ന് ആത്മാവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട ഉപമ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു കടം കൊടുക്കുന്നയാൾക്ക് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കടപ്പെട്ടിരുന്നു. അവർക്ക് വീട്ടുവാൻ വകയില്ല എന്ന് കണ്ട് യജമാനൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. യേശു ചോദിക്കുന്നു, ഇവരിൽ ആര് അവനെ അധികം സ്നേഹിക്കും? ശീമോന്റെ ഉത്തരം, അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു. യേശുവിന്റെ മറുപടി, നീ വിധിച്ചത് ശരി തന്നെ. ആ ഉപമയുടെ കാതലായ സന്ദേശം എന്ന് പറയുന്നത് അധികം ഇളച്ചു കിട്ടിയവന്റെ അധിക സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ സന്ദേശത്തിന് നൽകുന്ന തലവാചകവും അധികം ഇളച്ചു കിട്ടിയവന്റെ അധിക സ്നേഹത്തിന്റെ ഉപമ എന്നുള്ളതാണ്. ദ പാരബിൾ ഓഫ് മച്ച് ലവ് ഓഫ് ദി മോസ്റ്റ് ഫോർഗിവൺ. അധികം ഇളച്ചു കിട്ടിയവന്റെ അധിക സ്നേഹം എന്ന ചിന്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ കർത്താവിനെ അധികം സ്നേഹിച്ചവരുടെ ചരിത്രമാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. യേശുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ബൈബിളിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? യേശുവിൻ്റെ ഉത്തരം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു. തൻ്റെ മുമ്പിലുള്ള ഒരു ദൗത്യത്തിന് വേണ്ടി പത്രോസിനെ നിയോഗിക്കുവാൻ യേശു പദ്ധതി ഇടുമ്പോൾ അദ്ദേഹത്തോട് 3 ആവർത്തി ചോദിച്ചുറപ്പിച്ച വസ്തുത, ശീമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്ന ഈ ഉപമയുടെ പ്രധാനപ്പെട്ട പ്രമേയം വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും അടിസ്ഥാന ചിന്തയാണ് ദൈവത്തെ അധികം സ്നേഹിക്കുക എന്നുള്ളതാണ്.
ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു എന്നാണ്. ഈ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഒന്നാമതായി തന്ന ചിന്ത എന്ന് പറയുന്നത്, അധികം ഇളച്ചു കിട്ടിയവൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ആ സ്നേഹം വാസ്തവത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് ഇളച്ചു കിട്ടിയവൻ്റെ ഹൃദയത്തിലല്ല, ഇളച്ചു കൊടുത്തവൻ്റെ ഹൃദയത്തിലാണ്. ആദ്യം ആ സ്നേഹം നമ്മൾ കാണുന്നത് ഇളച്ചു കൊടുത്ത യജമാനന്റെ ഹൃദയത്തിലാണെന്ന് കാണാൻ കഴിയും. The much love is seen primarily in the heart of the master who cancelled all their debts. അവരുടെ കടങ്ങളെല്ലാം ഇളച്ചു കൊടുത്ത യജമാനനിലാണ് വാസ്തവത്തിൽ ആ സ്നേഹം ആദ്യം നമ്മൾ കാണുന്നത്. ഇവിടെ ഇളച്ചു കൊടുത്തു എന്നതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം എക്കാരിസാറ്റോ എന്ന പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം ഗ്രേഷ്യസ്ലി ഫൊർഗേവ് എന്നാണ്, കൃപ തോന്നി ഇളച്ചു കൊടുത്തു എന്നാണ്. ഇവിടെ ഈ യജമാനൻ ഇവർക്ക് കടം ഇളച്ചു കൊടുക്കുവാനുള്ള കാരണം ഇവരുടെ ഏതെങ്കിലും സമ്മർദ്ദമായിരുന്നില്ല, അവർക്ക് വേണ്ടി ആരെങ്കിലും ശുപാർശ ചെയ്തുകൊണ്ടുമല്ല, ഗവൺമെന്റിന്റെ ഏതെങ്കിലും നയമാറ്റം കൊണ്ട് ക്ഷമിച്ചു കൊടുക്കേണ്ടി വന്നതുമല്ല. നമ്മുടെ അല്പം കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഓപ്പറേഷൻ കുബേരയെ ഭയന്ന് കടം ഇളച്ചു കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ട ഹതഭാഗ്യനായ ഒരു പണദാതാവുമായിരുന്നില്ല അദ്ദേഹം. മറിച്ച് വേദപുസ്തകം പറയുന്നു, അവർക്ക് കൊടുക്കുവാൻ വകയില്ല എന്ന് കണ്ടിട്ട്, അവരുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട്, അവരുടെ മനോനില കണ്ടിട്ട്, അവരുടെ ആ ഇല്ലായ്മ കണ്ടിട്ട്, അവരുടെ നിവൃത്തികേട് കണ്ടിട്ട് അവരോട് മനസ്സലിഞ്ഞ് ഗ്രേഷ്യസ്ലി കൃപയോടുകൂടി അവരുടെ കടം ഇളച്ചു കൊടുത്ത ഒരു യജമാനനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാകുന്നു ഞാൻ പറഞ്ഞത്, ആദ്യം ഈ സ്നേഹം ആരംഭിച്ചത് ഇളച്ചു കൊടുത്ത യജമാനന്റെ ഹൃദയത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ആദാമ്യ പാപനിമിത്തം ഭൂലോകത്തെ സകല മനുഷ്യരും പാപത്താൽ ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ആദാമ്യ പാപനിമിത്തം ദൈവത്തോട് കടക്കാരായി ജനിക്കുകയാണ്. ഈ കടത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മാനവജാതി ഇന്നയോളം ചെയ്തു കൂട്ടിയ സകല കർമ്മ പദ്ധതികളും ഒരു പരാജയമായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. പുണ്യജലസ്നാനങ്ങൾ, തീർത്ഥാടനങ്ങൾ, നേർച്ചകാഴ്ചകൾ, വഴിപാടുകൾ, മത ആചാര അനുഷ്ഠാനങ്ങൾ, കർമാദികൾ, അവയൊക്കെയും മനുഷ്യന്റെ പാപം പരിഹരിക്കുവാൻ, പാപത്തിന്റെ കടം തീർക്കുവാൻ പര്യാപ്തമല്ലെന്ന് കണ്ട് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ ദർശിച്ച് സ്വർഗത്തിലെ ദൈവം കൃപയോടുകൂടി ക്രൂശിലേക്ക് ഇറങ്ങി വന്നു. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത് മനുഷ്യവർഗത്തിന്റെ പാപം ഇളച്ചു കൊടുത്തുവെന്ന സ്വർഗീയമായ വേർഡിക്റ്റാണ് നമ്മൾ കാണുന്നത്. കാൽവരി ക്രൂശ് മനുഷ്യന്റെ പാപത്തിന്റെ കടങ്ങളെ ഇളച്ചു കൊടുത്ത ദൈവത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സ്നേഹം ആദ്യം വെളിപ്പെടുത്തിയത് നമ്മുടെ കർത്താവ് തന്നെയാണ്. വേദപുസ്തകത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന് 9-ാം വാക്യം അതിൻ്റെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. നാം അല്ല ദൈവത്തെ ആദ്യം സ്നേഹിച്ചത്, ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു. അതാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന മാനദണ്ഡം അഥവാ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതുവാനിടയായി, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അതിനൊക്കെയും ദൈവം കാരണഭൂതൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അതിനൊക്കെയും ദൈവം കാരണഭൂതൻ, അവൻ ക്രിസ്തു മൂലം നമ്മെ തന്നോട് നിരപ്പിച്ച് ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം, ദി ഡോണർ ആൻഡ് ദി ഡിസൈനർ ഓഫ് ദി മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ ഈസ് ഗോഡ് ദി ഫാദർ ഹിംസെൽഫ്. പിതാവായ ദൈവം തന്നെയാണ് നമ്മെ തന്നോട് നിരപ്പിക്കുവാൻ മുൻകൈയെടുത്തത്. അതുകൊണ്ട് ദൈവത്തിലാണ് ഈ സ്നേഹം ആദ്യം നമ്മൾ കാണുന്നത്. നാം അവനെ സ്നേഹിക്കുന്നെങ്കിൽ ഓർക്കുക പ്രിയരെ, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഇന്ന് പകലിൽ യേശു നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, ഇളച്ചു കിട്ടിയവൻ്റെ അധിക സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ ഉരുവാകുന്നത് അവൻ വ്യക്തിപരമായി തൻ്റെ കടം സമ്മതിക്കുകയും കടത്തിൻ്റെ ഇളവ് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. Much love derives when a person admit his debt and receive the remission personally by faith. വിശ്വാസത്താൽ തൻ്റെ കടങ്ങൾ ഇളയ്ക്കപ്പെട്ടുവെന്ന് ഏറ്റെടുക്കുകയും തൻ്റെ കടം തുറന്ന് സമ്മതിക്കുകയും ചെയ്യാതിരിക്കുന്നിടത്തോളം ഒരുവൻ്റെ പാപം അഥവാ അവൻ്റെ കടം ഇളച്ചു കിട്ടുന്നില്ല. ഞാനിതൊരു ചെറിയ ഉദാഹരണത്തിലൂടെ വെളിപ്പെടുത്താം. ഉദാഹരണം എൻ്റെ സ്വന്തമല്ല, C.H. സ്പർജൻ എന്ന പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന മഹാനായ കർത്തൃദാസന്റെ വാക്കുകളാണ്. അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ ഉദ്ധരിച്ച ഒരു ഉദാഹരണമാണ്. അത് മലയാള
പരിഭാഷ ഏകദേശം ഇങ്ങനെയാണ്, ഞാനതിനെ വിശദീകരിക്കാം. 1000 രൂപ കടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സമയമായപ്പോൾ യജമാനൻ ആ കടം തിരിച്ചാവശ്യപ്പെട്ട സമയത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങയോട് പണമൊന്നും വാങ്ങിയിട്ടില്ല, എനിക്ക് തിരിച്ചു തരുവാൻ പണമൊന്നുമില്ല. അത് കേട്ട് ക്ഷോഭിച്ച് ആ യജമാനൻ അവനെ വേഗം തുറങ്കലിലടച്ചു. കുറേ മാസങ്ങൾ തടവിൽ കഴിഞ്ഞപ്പോൾ യജമാനൻ അവനോട് മനസ്സലിവ് തോന്നി. എന്നിട്ട് അദ്ദേഹം അവനെ കാരാഗൃഹത്തിൽ വിളിപ്പിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, നിന്നോട് ഞാൻ സ്നേഹത്തോടെ ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ കടം നീ എന്നോട് തുറന്ന് സമ്മതിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. നല്ല ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ കടം വാങ്ങിയ ആൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അല്പസമയം ആലോചിച്ചു വന്നിട്ട് ഇങ്ങനെ യജമാനനോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് 250 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ യജമാനൻ പറഞ്ഞു, അല്ല, അതിൽ കൂടുതൽ നീ വാങ്ങിയിട്ടുണ്ട്. നീ ഉള്ളത് തുറന്ന് സമ്മതിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. അവൻ അല്പം കൂടി ആലോചിച്ചിട്ട് യജമാനോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് 500 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം അല്പം കൂടി സഹിഷ്ണുതയോടെ അവനോട് പറഞ്ഞു, നീ അതല്ല വാങ്ങിയിട്ടുള്ളത്, നീ അതിനേക്കാൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നീ തുറന്ന് സമ്മതിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. അപ്പോൾ ആ മനുഷ്യൻ അല്പം കൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് 750 രൂപയെ വാങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് സ്പർജൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഏറ്റുപറയുന്ന ഒരുത്തനോട് കടം കൊടുത്ത ഏതെങ്കിലും വ്യക്തി ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് സ്പർജൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, നിന്റെ കടം ഇളച്ചു കിട്ടുവാൻ നീ ചെയ്യേണ്ട ഏറ്റവും ചെറിയ കാര്യം നീ ആ കടം തുറന്ന് സമ്മതിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പാപമൊന്നും ദൈവത്തോട് ഏറ്റു പറയേണ്ടതില്ല, ക്രൂശിൽ യേശു മരിച്ചതുകൊണ്ട് എല്ലാവരുടെയും പാപത്തിന് പൊറുതി വന്നിരിക്കുന്നു, എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതുകൊണ്ട് ആരും ഇനി ദൈവത്തോട് പാപം ഏറ്റുപറയേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ദുരുപദേശം നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നാം ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവെഴുത്ത്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ്, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തെ നാം അസത്യവാദിയാക്കുന്നു. പാപം ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുമ്പോൾ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞ ഉപമയിലേക്കൊന്ന് വരാം. അവിടെ 2 കഥാപാത്രങ്ങൾ ആ വേദഭാഗം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ഒന്ന്, പാപിനിയായി എല്ലാവരാലും മുദ്ര കുത്തപ്പെട്ട ആ സ്ത്രീ. അവൾ അനുതാപത്തിന്റെ കണ്ണീർ വീഴ്ത്തി യേശുവിന്റെ പാദപീഠത്തിൽ നിൽക്കുന്നു. എന്നാൽ കുറ്റം വിധിക്കുവാൻ വിരൽ ചൂണ്ടുന്ന സ്വയം നീതീകരിക്കുന്ന പരീശനായ ശീമോൻ മറുഭാഗത്ത് നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയുന്നു, സ്വയം നീതീകരിക്കുന്നവൻ വേദപുസ്തകം അർത്ഥരഹിതമായ ഒരു പുസ്തകമായി മാറുമ്പോൾ, സ്വയം പാപത്തെ അഡ്മിറ്റ് ചെയ്യുവാൻ മനസ്സ് വെക്കുന്ന ഒരുവന് വിശുദ്ധ ബൈബിൾ അവൻ്റെ ഏറ്റവും നെഞ്ചോട് ചേർക്കുവാൻ ഉതകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമായി മാറുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാകുമ്പോൾ വിശ്വസിക്കാത്തവർക്ക് ഇത് ഭോഷത്വമായി പരിണമിക്കുകയാണ്. ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ പ്രിയരെ. ദൈവത്തിന്റെ വചനമായി വിശുദ്ധ ബൈബിൾ റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരു അഭക്തനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നതാണ് വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഞാൻ പാപിയാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നയാളാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പ്രത്യാശ ബാക്കിയുണ്ട്. കാരണം തിരുവെഴുത്ത് പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തുന്ന സുവിശേഷം. നിങ്ങൾ ആരെങ്കിലും ഞാനൊരു പാപിയാകൊണ്ട് ദൈവത്തോടൊരു ശത്രുവായി തീർന്നുവെന്ന് ചിന്തിക്കുന്നുവോ, നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത എനിക്ക് പങ്കുവെക്കുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, തിരുവെഴുത്ത് പറയുന്നു, നാം ശത്രുക്കളായിരിക്കെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അതാകുന്നു വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സുവിശേഷം. ആകെ എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവന് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയില്ല. എന്നാൽ കടം ഇളച്ചു കിട്ടുവാൻ നിന്റെ കടം സർവശക്തനായ ദൈവത്തോട്, കാൽവരിയിൽ നിനക്ക് വേണ്ടി സകലവും നിവർത്തിച്ച കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അവന്റെ പാദപീഠത്തിങ്കിൽ 2 തുള്ളി കണ്ണീർ അനുതാപത്തോടെ വീഴ്ത്തുവാൻ നീ മനസ്സ് വെച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ ഭാരം ഒരു തൂവല് പോലെ ലഘുവായി മാറുന്ന അളവിൽ ദൈവം നിന്റെ കടങ്ങളെ ഇളച്ചു തരുവാനിടയായി തീരും. മൂന്നാമതായി, ഈ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത,
ക്ഷമിച്ചു കിട്ടിയവൻ്റെ അധിക സ്നേഹം അവനെ കൂടുതൽ ത്യാഗപരമായി സേവനത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. മച്ച് ലവ് കമ്പൽസ് us to go the extra mile in the service of the Lord. കർത്താവിൻ്റെ സേവയിൽ അധിക ത്യാഗത്തോടെ ഒരു പടി കൂടി മുന്നോട്ട് പോകുവാൻ നമ്മെ നിർബന്ധിക്കുന്നതാണ് ഈ അധിക സ്നേഹം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന ആ ഭാഷാ ശൈലി വന്നത് തന്നെ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ മക്കളോട് ഇങ്ങനെ പറയുകയാണ്: ദുഷ്ടനോട് നിങ്ങൾ എതിർക്കരുത്, ഒരു ചെകിട് അടിക്കുന്നവനും മറു ചെകിട് കൂടി നിങ്ങൾ കാണിച്ചു കൊടുക്കണം, വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ശ്രമിക്കുന്നവന് പുതപ്പ് കൂടി വിട്ടുകൊടുക്കണം. വീണ്ടും കർത്താവ് പറയുകയാണ്, ഒരു നാഴിക നിന്റെ കൂടെ നടക്കുവാൻ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 നാഴിക നടക്കണം. വീണ്ടും യേശു പറയുകയാണ്, ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ ചോദിക്കുന്നവൻ്റെ അടുക്കൽ നിന്നും ഒഴിഞ്ഞു കളയരുത്. അവിടെ ഞാൻ ഉദ്ധരിച്ചല്ലോ, 1 നാഴിക നടക്കുവാൻ നിർബന്ധിക്കുന്നവനോടുകൂടി 2 നാഴിക പോകണം. ഇത് യേശുവിൻ്റെ ആത്മീക മൂല്യമായിരുന്നു അവിടെ വെളിപ്പെടുത്തുന്നത്. അന്നത്തെ കാലത്ത് ഈ വാക്യത്തിനൊരു പശ്ചാത്തലമുണ്ട്. റോമൻ പടയാളികൾക്ക് ഏതൊരു യഹൂദനോടും തൻ്റെ ലഗേജ് ചുമന്നുകൊണ്ട് 1 നാഴിക നടക്കുവാൻ റോമൻ കൈസർ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. അങ്ങനെ ആയിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പതിവ്. റോമൻ പട്ടാളക്കാർ യഹൂദന്മാരോട് എൻ്റെ ചുമടെടുത്തുകൊണ്ട് 1 നാഴിക നടക്കാൻ ആവശ്യപ്പെടുന്നത് അവിടുത്തെ ഒരു രീതിയായിരുന്നു. അങ്ങനെയുള്ള ആ രീതി നിലനിൽക്കവെയാണ് യേശു പറഞ്ഞത്, നിന്നോട് 1 നാഴിക ദൂരം നടക്കാൻ പറഞ്ഞാൽ നീ അവന് വേണ്ടി 2 നാഴിക നടക്കാൻ തയ്യാറാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും നാട്ടു നടപ്പിൻ്റെ നന്മയ്ക്ക് അപ്പുറമുള്ള നന്മ യേശു പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഇംഗ്ലീഷ് ഭാഷയിലെ ഫ്രേസ് ഇങ്ങനെ വന്നത്, ഗോ ദി എക്സ്ട്രാ മൈൽ എന്നുള്ള പ്രയോഗം. അധിക ത്യാഗം, അർഹിക്കുന്നതിന് അപ്പുറത്ത് ചെയ്തു കൊടുക്കുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 5:20 യേശു അതുകൊണ്ട് തൻ്റെ മക്കളോട്, തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു: പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യരായിരിക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നാട്ടു നടപ്പിൻ്റെ നന്മ കൊണ്ട് തൃപ്തിപ്പെടുന്നവരുടെ ജീവിതശൈലി അല്ല, മറിച്ച് കർത്താവിനെ അധികം സ്നേഹിച്ചവർ നാട്ടു നടപ്പിൻ്റെ നന്മയ്ക്കപ്പുറത്ത് ത്യാഗപരമായി പ്രവർത്തിച്ച ചരിത്രമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം. ലോക ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. ക്രിസ്ത്യാനികളാണ്, അഥവാ യേശുവിൻ്റെ മക്കളാണ് നാട്ടു നടപ്പിൻ്റെ അപ്പുറത്തെ നന്മ ലോകത്തിന് വെളിപ്പെടുത്തിയത്. അശരണരെയും ആലംബഹീനരെയും ആതുര സേവന രംഗത്ത് സഹായിക്കുവാൻ അധിക ആർദ്രതയോടെ ഇറങ്ങിപ്പുറപ്പെട്ടത് യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരുന്നുവെന്ന് നമ്മൾ മറന്നു പോകരുത്. മദർ തെരേസയും ഫാദർ ഡാമിയനെയും ഒന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ക്രിസ്തുവിന് വേണ്ടി അത്ര ത്യാഗമനോഭാവത്തോടെ ഇറങ്ങിത്തിരിച്ച മിഷണറി വീരന്മാരെ നമുക്ക് മറക്കാൻ കഴിയില്ല. വില്യം കേറിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അവയൊക്കെ അവരെ ചെയ്യുവാൻ നിർബന്ധിച്ചത് അവരുടെ അകത്ത് വ്യാപരിച്ച അധിക സ്നേഹമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ സേവിക്കുന്നവരിൽ വെളിപ്പെടേണ്ട അധിക സ്നേഹം അവരെ അധിക ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കുന്നതാണ്. നമുക്ക് ഉപമയിലേക്ക് വരാം. അവിടെ യേശു ആ സ്ത്രീയെ ശീമോന് മുമ്പിൽ ഒന്നുകൂടി പ്രസന്റ് ചെയ്യുകയാണ്. യേശു ശീമോന്റെ മുമ്പിൽ അവൾ ചെയ്ത നല്ല പ്രവൃത്തിയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് കാണുവാൻ കഴിയും. അതിന് 44 മുതൽ 46 വരെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. യേശു പറയുകയാണ്, നീ വിധിച്ചത് ശരി. ശീമോനോട് അവിടുന്ന് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിൽ വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ഞാൻ പറയട്ടെ, ഈ ശീമോനോട് യേശു പറഞ്ഞ ആ പറച്ചിലിൻ്റെ ആധ്യാത്മിക അർത്ഥം നമ്മൾ അതിൻ്റെ പശ്ചാത്തലം കൂടി പഠിച്ചാൽ കുറച്ചുകൂടി ആഴമായി മനസ്സിലാകും. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ: ശീമോനെ, ഒരു യഹൂദൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ സ്വാഭാവികമായും അവൻ്റെ കാലിൽ വെള്ളം കൊടുക്കുന്നത് ഒരു ആചാര മര്യാദയാണ്. എന്നാൽ നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ എൻ്റെ കാലുകൾ കഴുകി. വെള്ളം കൊണ്ടല്ല, സ്വന്തം കണ്ണീര് കൊണ്ട് അവൾ എൻ്റെ കാലുകൾ കഴുകി. ശീമോനെ, യഹൂദൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ അവൻ്റെ കവിളത്തൊരു ചുംബനം കൊടുക്കുന്ന പതിവ് നാട്ടുനടപ്പാണ്. നീ എനിക്കൊരു ചുംബനം തന്നില്ല, എന്നാൽ ഇവളോ എന്നെ ചുംബിച്ചു. 1 തവണയല്ല, ഞാൻ വന്നത് മുതൽ ഇടവിടാതെ അവൾ എൻ്റെ പാദങ്ങളിൽ ചുംബിച്ചു. ശീമോനോട് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ശീമോനെ, നാട്ടുനടപ്പനുസരിച്ച് ഒരു യഹൂദൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ അവൻ്റെ തലയെ
എണ്ണ കൊണ്ട് അഥവാ ഒലിവെണ്ണ കൊണ്ട് അഭിഷേകം, തൈലത്തെ പൂശുന്നത് അവരുടെ ഒരു ശീലമാണ്. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. എന്നാൽ ഈ സ്ത്രീ തൈലം പൂശി. വെറും തൈലമല്ല, പരിമള തൈലം എൻ്റെ കാലുകൾക്ക് അവൾ പൂശി. യേശു ചൂണ്ടിക്കാണിച്ചത് അവൾ ചെയ്തതൊക്കെയും നാട്ടുനടപ്പിൻ്റെ നന്മയായിരുന്നില്ല, അതിനെ കവിയുന്ന നന്മയായിരുന്നു. അതിനവളെ പ്രേരിപ്പിച്ച ഘടകം അവൾക്ക് അധികം ഇളച്ചു കിട്ടിയത് നിമിത്തം അവളിൽ ഉരുവായ അധിക സ്നേഹമായിരുന്നു. കർത്താവിൻ്റെ വേലയിൽ ക്ഷീണിച്ചു പോയവരാണോ നിങ്ങൾ? കർത്താവിനെ സേവിക്കുന്നതിൽ എപ്പോഴെങ്കിലും മനം മടുത്തുവെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നു, നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ട ആ അധിക സ്നേഹം വെളിപ്പെടായിക കൊണ്ടത്രേ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകുന്നത്. ഇന്ന് പകൽ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, അധികം ഇളച്ചു കിട്ടിയവൻ്റെ അധിക സ്നേഹം എൻ്റെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ. എനിക്ക് അങ്ങയുടെ വേലയിൽ ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിക്കുവാൻ അതെനിക്ക് പ്രാപ്തി തരുമല്ലോ. കർത്താവിൻ്റെ വചനം നമ്മൾ വായിച്ചാൽ വിശുദ്ധ ബൈബിളിൽ വെളിപ്പെട്ടിരിക്കുന്ന കർത്തൃദാസന്മാരുടെ ചരിതമൊക്കെ തന്നെ കർത്താവിനെ സ്നേഹിച്ചത് നിമിത്തം അധികം അവനെ സേവിക്കുവാൻ സ്വയം ഇറങ്ങിത്തിരിച്ചവരുടെ ചരിത്രമാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ അധികം ശുശ്രൂഷിക്കുവാൻ നമുക്കൊരു അധിക സ്നേഹമാണ് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് കർത്താവിനെ അധികം സ്നേഹിക്കുവാൻ അധിക സാഹചര്യങ്ങളല്ല, അധിക പണമല്ല, അധിക റിസോഴ്സുകളല്ല വേണ്ടത്, അധിക സ്നേഹമാണ് ആവശ്യമായിരിക്കുന്നത്. ആ സ്ത്രീയെ നിങ്ങൾ നോക്കൂ, അവൾക്ക് വെള്ളം ഇല്ല എന്നുള്ളത് അവളുടെ ഒരു പരിമിതിയായിരുന്നു. എന്നാൽ അവളുടെ അധിക സ്നേഹം കൊണ്ട് അവളുടെ പരിമിതിയെ അവൾ മറികടന്നു. അവൾക്ക് തുടയ്ക്കുവാൻ ഒരു ടവലില്ല എന്നുള്ളത് അവളുടെ ഒരു പരിമിതിയായിരുന്നു. എന്നാൽ അവളുടെ അധിക സ്നേഹം വെളിപ്പെട്ടപ്പോൾ അവളുടെ ആ പരിമിതിയെ അവൾ മറികടക്കുവാനിടയായി തീർന്നു. ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ, അധിക സ്നേഹം വെളിപ്പെടുന്നിടത്ത് നമ്മുടെ പരിമിതികളൊക്കെയും ഇല്ലാതെ മാറുവാനിടയായി തീരും. യേശുവിനെ സേവിക്കുവാൻ നമ്മുടെ പരാതികൾ, നമ്മുടെ പരിമിതികൾ നമ്മൾ ചിന്തിക്കുന്നതല്ല പ്രിയരെ, നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അഭാവമാണെന്ന് തിരുവെഴുത്തിൻ്റെ ആധാരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒടുവിലായി ഒരു ചിന്ത കൂടി ആ വചനഭാഗത്ത് പങ്കുവെക്കുവാൻ എനിക്ക് ദൈവാത്മാവിൽ നിയോഗമുണ്ട്. ആ അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 50-ാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു: അവനോ സ്ത്രീയോട്, യേശുവോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ആ സ്ത്രീ ആ വീട്ടിലേക്ക് വന്നത് നിങ്ങളൊന്ന് കാണണം. പട്ടണത്തിൽ പാപിനിയായ സ്ത്രീ എന്നാണ് അവളെക്കുറിച്ച് ആളുകൾ വിളിക്കുന്നത്. അവൾക്ക് സമൂഹത്തിൽ പേരില്ല, അവൾക്ക് അംഗീകാരമില്ല, എല്ലായിടത്തും അവൾക്ക് തിരസ്കരണം മാത്രമാണ്. ഹൃദയത്തിൽ ആഴമായ മുറിവുകൾ ഉള്ളവളാണ് വാസ്തവത്തിൽ ആ സഹോദരി. അവളെ പുരുഷന്മാരൊക്കെ പലപ്പോഴും അശ്ലീല ചുവയുള്ള തമാശകളാണ് പറഞ്ഞിട്ടുള്ളത് അവളെക്കുറിച്ച്. നഗരത്തിലെ അമ്മമാർ തങ്ങളുടെ പെൺമക്കളെ മുന്നറിയിപ്പ് കൊടുക്കുവാൻ ഉദാഹരണമായിട്ട് ഒരു പക്ഷേ അവളെ ആയിരിക്കാം എടുത്തിട്ടുണ്ടാവുക. അത്തരത്തിൽ മുറിവേറ്റ ഒരു സഹോദരി അവൾ ആ ഭവനത്തിലേക്ക് കടന്നു വന്നത് തല കുനിച്ചിട്ടായിരിക്കണം. എന്നാൽ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കട്ടെ, അവൾ ആ വീട് വിട്ടു പോകുന്നത് തല കുനിച്ചവളായിട്ടല്ല, തല ഉയർത്തിപ്പിടിച്ചവളായിട്ടാണ്. അവൾ വന്നത് പാപഭാരത്തോടെ ആയിരുന്നു. എന്നാൽ അവൾ ഇപ്പോൾ ആ വീട് വിട്ടു പോകുന്നത് ഭാരം ഒഴിഞ്ഞവളായിട്ടാണ്. അവൾ ആ വീട്ടിലേക്ക് വന്നത് തിരസ്കരിക്കപ്പെട്ടവളായിട്ടായിരുന്നു. എന്നാൽ ആ ഭവനത്തിലെ വിരുന്നുകാരുടെ നടുവിൽ അംഗീകരിക്കപ്പെട്ടവളായിട്ട്, സാക്ഷാൽ ക്രിസ്തുവിൻ്റെ അംഗീകാരം ലഭിച്ചവളായിട്ട് അവൾ ആ വീട് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അവൾ ആ വീട്ടിലേക്ക് വന്നത് പലരുടെയും മോശം അഭിപ്രായം കേട്ട് മനസ്സ് മുറിഞ്ഞവളായിട്ടാണ്. എന്നാൽ പരസ്യമായി എല്ലാവരുടെയും മുമ്പിൽ യേശു അവളെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം ഏറ്റവും ഉത്തമമായ അഭിപ്രായമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അതിനവൾക്ക് ഭാഗ്യം ലഭിച്ച ഏക കാരണം യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ അവൾ അഭയം തേടിയതായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ കരയുന്നെങ്കിൽ യേശുവിൻ്റെ കാൽക്കൽ നമ്മൾ കരയണം. കണ്ണീർ വീഴ്ത്തുന്നെങ്കിൽ അവൻ്റെ പാദപീഠത്തിങ്കൽ വീഴ്ത്തണം. ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അവൻ്റെ പാദസേവ നാം ചെയ്യുവാനിടയായി തീരണം. കുമ്പിടുന്നെങ്കിൽ അവൻ്റെ പാദപീഠത്തിങ്കിൽ നമ്മൾ കുമ്പിടുവാനിടയാകണം. ചുംബിക്കുന്നെങ്കിൽ അവൻ്റെ പാദാരവിന്ദങ്ങൾ ചുംബിക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ തല കുനിയുവാൻ അവൻ സമ്മതിക്കുകയില്ല. അവൻ നിന്നെ മാനിക്കുന്ന ദൈവമാണ്. അവൻ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്നു. എപ്പോഴാണെന്നറിയാമോ? നീ അവൻ്റെ പാദപീഠത്തിങ്കിൽ അഭയം തേടുമ്പോൾ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടവരാണോ? നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയുള്ളവരാണോ? നിങ്ങളെ പലപ്പോഴും ആളുകൾ പരിഹാസത്തോടെ മാത്രം കണ്ടിട്ടുള്ളവരാണോ? നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെന്ന് ചിന്തിക്കുന്നവരാണോ? ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം പരിചയപ്പെടുത്താം. അത് യേശുവിൻ്റെ പാദപീഠമാണ്. അവൻ്റെ പാദപീഠത്തിൽ നീ അഭയം തേടിയാൽ നീ ഒരിക്കലും നിരാശയോടെ മടങ്ങുവാൻ അവൻ അനുവദിക്കുകയില്ല. അവൻ നിന്റെ തല ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽ അവൻ്റെ പാദപീഠം നമ്മുടെ വിജയമാണെന്ന് ചിന്തിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഞാനിത് ഉപസംഹരിക്കുന്നു. സമയം ഈ വിധം
നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള അവസരം ഒരുക്കി തന്ന കർത്തൃദാസന്മാർക്ക് നന്ദിയും പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.